ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ സിംഗിൾ പീസ് മെറ്റീരിയൽ നമ്മൾ ഈ മെറ്റീരിയൽ സിംഗിൾ പീസായിട്ട് കൊടുക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. സിംഗിളായിട്ട് ഒത്തിരി പേര് വന്നു, ഒത്തിരി പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും നമ്മുടെ മെറ്റീരിയലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഫസ്റ്റ് കസ്റ്റമറൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഈ വീഡിയോയിലൂടെ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാനത് വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രിൻ്റുകളാണ് വരുന്നത്. ഒന്ന് നമ്മുടെ സാധാ വരുന്ന ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വരാറുണ്ട്. അതായത് വൈറ്റ് കളറിൽ പ്രിൻ്റ് ചെയ്ത മെറ്റീരിയലുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോഷ്യൻ പ്രിൻറ്റും വരാറുണ്ട്. അത് എല്ലാ കമ്പനികളും 2 തരത്തിലുള്ള പ്രിൻ്റുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം പ്രോഷ്യൻ പ്രിൻ്റാണ്. കാരണം അതിനുള്ളിൽ നമുക്ക് പ്രോഷ്യൻ പ്രിൻ്റ് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ അതിൻ്റെ ചീത്ത വശം മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് അടിയിൽ തെളിഞ്ഞ് വരുന്നു എന്നുണ്ടെങ്കിൽ അതാണ് പ്രോഷ്യൻ പ്രിൻ്റുകൾ. അത് നമുക്ക് ലോങ് ലാസ്റ്റ്, അതായത് എത്ര നാൾ വേണേലും അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മറിച്ച് നോക്കണം. തുണികൾ മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഏത് വിധത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്നത് കറക്റ്റ് അജ്രക്കിൻ്റെ DCMൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, DCM ബ്രാൻഡ്, അതിൻ്റെ ബ്രാൻഡിന് ഇത്ര വാല്യൂ വരുന്നതും ഇവർ 2 തരം പ്രിൻ്റുകൾ ഇവരും ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുണി എടുക്കുമ്പോൾ ഇത് DCMൻ്റെ ഈ ഒരു പ്രിൻ്റ് പ്രോഷ്യൻ പ്രിൻ്റാണ്. അതായത് അടിയിൽ നമുക്ക് കാണാൻ പറ്റും. കോട്ടണിലും അല്ലാതെ നമുക്ക് ചെറിയ റയോണിൽ എല്ലാത്തിലും നമുക്ക് ഈ പ്രിൻറ്റും വരുന്നുണ്ട്, പ്രോഷ്യൻ പ്രിൻറ്റും വരാം. പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ മാത്രം, അതായത് നല്ല വശത്ത് മാത്രം കാണുന്ന, നമ്മൾ സ്പെഷ്യലായിട്ട് ഇങ്ങനെ അടിച്ചു വിടുന്നതാണ് സാധാരണ പ്രോഷ്യൻ പ്രിൻ്റ് അല്ലാത്ത എല്ലാ മിക്ക പ്രിൻ്റുകളും. പ്രോഷ്യൻ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് തുണിയുടെ ആണെങ്കിലും അകത്ത് നമുക്ക് ആ പ്രിൻ്റ് കയറി വരും. അങ്ങനെയുള്ളത് പിന്നെ പ്രോഷ്യൻ പ്രിൻ്റ് എന്ന് പറയുന്നു. അതാണ്. അതിപ്പോൾ കോട്ടണിലുണ്ടാവും, മറ്റുള്ള റയോണിലും അങ്ങനെ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ 2 തരത്തിലാണ് പ്രിൻ്റുകൾ വരുന്നത്. അപ്പോൾ ഓരോ പ്രിൻ്റിലും അതുപോലെ അതിനനുസരിച്ച് ഓരോരോ തുണികളിലുള്ള ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഇതെല്ലാം പ്രിൻ്റഡാണ്, അതായത് അവർ പുറമേ ചെയ്തിട്ടുള്ള പ്രിൻ്റാണ്. അപ്പോൾ ഇത് പോവൊന്നുമില്ല, നമുക്ക് ലാസ്റ്റ് ടൈം നമുക്കിത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അത് പോണ പ്രിൻ്റ് ഒന്നുമല്ല, നല്ല ലാസ്റ്റ് ചെയ്യുന്ന പ്രിൻ്റ് തന്നെയാണ്. പിന്നെ പോകുന്ന പ്രിൻ്റും ഉണ്ട്, ക്വാളിറ്റി വളരെ കുറഞ്ഞ പ്രിൻ്റുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ DCMൽ വരുന്ന ക്ലോത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതും ഒരു നല്ല സോഫ്റ്റ് പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ വാങ്ങിയിട്ടുള്ളവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് കളറ് പോകുമെന്നുള്ളതും. അപ്പോൾ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളവർ നമ്മുടെ ഈ മെറ്റീരിയൽസ് എല്ലാം ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള കസ്റ്റമേഴ്സിന് ഒരു വിശ്വാസം വരും. കാരണം ഇവരെ എല്ലാവരും എൻ്റെ കസ്റ്റമറാണ്. അപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടിയാണോ അത് പറയുന്നതെന്നുള്ള ആ ഒരു ഇത് തോന്നും. അപ്പം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ലോങ് ലാസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിൽ എപ്പോഴും വരാറുള്ളത്, നമ്മുടെ കസ്റ്റമറിനെ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഇതായിട്ട്, നമ്മുടെ കസ്റ്റമർ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള അത്രയും ഒരു വിശ്വസ്തത അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ചീത്ത സാധനം അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ നമ്മളുടെ കസ്റ്റമർ ഫസ്റ്റ് ഒരു പ്രാവശ്യം ചിലപ്പോൾ വാങ്ങുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവർ മറ്റൊരിടത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഏത് കസ്റ്റമർ ഇപ്പോൾ പോയാലും ഇല്ലെങ്കിലും അവർക്ക് പലരെയും ചൂസ് ചെയ്യും. കാരണം എന്നെപ്പോലെ തന്നെ ഒത്തിരി പേര് ബിസിനസ് നടത്തുന്നവരുണ്ട്. എല്ലായിടത്തുനിന്നും വാങ്ങിക്കാം, അത് ഓരോരുത്തരുടെയും അവരവരുടെ ഇഷ്ടമാണല്ലോ. പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം അതാണ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വില കുറഞ്ഞതിനെ പറ്റി ചോദിക്കാനായിട്ട്. അപ്പോൾ വില കുറഞ്ഞതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഗ്യാരണ്ടിയും തരുന്നില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ പ്രോഷ്യൻ പ്രിൻ്റ് ആയാൽ പോലും കളറ് പോകുന്ന ചില പ്രിൻ്റുകൾ എനിക്ക് അറിയാവുന്നതാണ് കേട്ടോ. അത് പ്രോഷ്യൻ പ്രിൻ്റ് ആയിരിക്കും, ഫസ്റ്റ് വാഷിൽ എന്തായാലും കളറ് പോകും. അപ്പോൾ ചില ക്വാളിറ്റിയാണത്, ആ ക്വാളിറ്റിയുടെയാണ്. ചില തുണികളിൽ അതുപോലെ തന്നെ പോളിസ്റ്റർ മിക്സിങ്ങും വരാറുണ്ട് കേട്ടോ.
അത് നല്ല കമ്പനികളും അങ്ങനെ ഇറക്കാറുണ്ട്. എന്നാൽ കുറച്ച് പിന്നെ കമ്പനികൾക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ചില കമ്പനികൾ നല്ല ബ്രാൻഡഡ് ആ വാല്യൂ ഒത്തിരി വാല്യൂ ഉള്ള കമ്പനിയായിരിക്കും. ചിലവർക്ക് അത്രയും ബ്രാൻഡ് വാല്യൂ കുറവായിരിക്കും. പക്ഷേ ബ്രാൻഡ് വാല്യൂ കുറഞ്ഞവരും നല്ല പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയൽ ഇറക്കുന്നുണ്ട്. പല പല ക്വാളിറ്റിയിൽ ഇവർ ഇറക്കുന്നുണ്ട്. DCM തന്നെ പല പല ക്വാളിറ്റിയിൽ ഇറക്കുന്നുണ്ട്. അതുപോലെ ഓരോ ബ്രാൻഡിലും അങ്ങനെ ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ നമുക്കായാലും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കണം. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഞാനെപ്പോഴും മെറ്റീരിയൽസ് എടുക്കുന്നത് പോയി കണ്ട് അത് എങ്ങനെയാണെന്ന് ഓരോ തുണിയും മനസ്സിലാക്കിയിട്ടാണ് എടുക്കാറ്. എന്നാൽ പോലും ചില മെറ്റീരിയലുകളിൽ എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്വാഭാവികമായിട്ടും വില കൂടുതലുള്ള കമ്പനികളൊക്കെ തന്നെ ആയിരിക്കും, ബ്രാൻഡഡ് കമ്പനികളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ഞാൻ ആ റേറ്റിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയാണ് കൊടുക്കാറുള്ളത്. കാരണം ക്വാളിറ്റി കുറവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്കറിയാം, തുണി കണ്ട് ചിലപ്പോൾ ഷോപ്പിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. അവർ ഭയങ്കര തിരക്ക് കൂട്ടും. കാരണം നമ്മൾ പെട്ടെന്ന് ഒത്തിരി ബണ്ടിൽസ് ഇങ്ങനെ എടുക്കുമായിരിക്കും. ആ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളതൊന്ന് പൊട്ടിച്ച് നോക്കാനൊക്കെ ചിലപ്പോൾ അവർക്ക് തിരക്ക് കൊണ്ട് അവർ ചിലപ്പം അതിലൊരു ഇഷ്ടക്കുറവ് കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ബണ്ടിലുകൾ മാറ്റിയും വയ്ക്കാറുണ്ട്. ചിലത് നമ്മുടെ കണ്ണിൽ പെടാതെ പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളത് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ നഷ്ടം നോക്കാറില്ല. ഞാനത് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ കുറച്ചാണ് കൊടുക്കാറുള്ളത്. ഒരു പക്ഷേ നല്ല ബ്രാൻഡൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത്രയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്കും ചിലത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടും വന്നിട്ടുണ്ടാവാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ, മെസ്സേജിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനെല്ലാം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രിൻ്റ് എല്ലാം ഒന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടും ഈ പ്രിൻ്റാണ് കുറച്ചധികം ദൂരെ നിന്ന് നമുക്ക് പ്രിൻ്റഡ് ആയിട്ട് ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരുമ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അയച്ചു തരുമ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബണ്ടിൽ അഴിച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുക അതിൻ്റെ പ്രിൻറ്റിലൊക്കെ ഒരു വ്യത്യാസം, ഭയങ്കര വലിയ പ്രിൻ്റായിരിക്കും. അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും അടുത്ത് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം നിങ്ങൾക്കത് മനസ്സിലാവണം. ഇതിൻ്റെ പ്രിൻറ്റും എൻ്റെ ഓരോ മെറ്റീരിയലും നിങ്ങൾക്ക് അത്ര അടുത്തറിയാൻ വേണ്ടിയാണ് കേട്ടോ.